الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ ബഖറയിൽ 53-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. 54-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുന്നു, വഇദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു യാ ഖൗമി ഇന്നക്കും ളലംതും അൻഫുസക്കും ബിത്തിഖാദിക്കുമുൽ ഇജ്ൽ ഫതൂബു ഇലാ ബാരിഇക്കും ഫഖ്തുലു അൻഫുസക്കും ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قال موسى إذ എന്നുള്ള വാക്ക് നമ്മൾ പലതവണ എടുത്താണ് അല്ലേ? ഉദ്കുർ, നിങ്ങൾ സ്മരിക്കുക, ഓർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പലതവണ എടുത്ത വാക്കാണ് ഇത് എന്നുള്ളത്. വഇദ് ഖാല മൂസ, ഖാല പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ മൂസ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. വഇദ് ഖാല മൂസ ലിഖൗമിഹി എത്ര വാക്കുണ്ട് അതിൽ? 3 വാക്ക്. ഏതൊക്കെയത്? ലിഖൗമിഹി എന്താ അർത്ഥം? തൻ്റെ ജനതയോട്. തൻ്റെ എന്നുള്ള എവിടുന്ന കിട്ടിയത്? ഏതാ? ഹി, അവസാനത്തെ ഹി. ഖൗം ജനത, ലി ഖൗം എന്ന് പറയുമ്പോൾ തൻ്റെ ജനത. ഓടുന്നറിയില്ല, അതായത് ആ ജനതയോട് എന്നുള്ളതിലത്തെ ഓടാണ്. ഇത് ഖാല മൂസ ലിഖൗമിഹി, തൻ്റെ ജനതയോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം. എന്താ അദ്ദേഹം പറഞ്ഞത്? യാ ഖൗമീന്നാണ്. പക്ഷേ യാ മഹ്ദൂഫാണ്, അവിടെ കളയുന്നതാണ്. യാ ഖൗമി, ഇത് എൻ്റെ ജനങ്ങളെ. യാ ഖൗമി എന്ന് പറയുമ്പോൾ എൻ്റെ ജനങ്ങളെ. യാ ഖൗമി ഇന്നക്കും ളലംതും, ഇന്ന തീർച്ചയായും, ഇന്നക്കും നിങ്ങൾ, തീർച്ചയായും ഉറപ്പായും നിങ്ങൾ, ഇന്നക്കും ളലംതും നിങ്ങൾ ദുൽമു ചെയ്തിരിക്കുന്നു. ഏത് ഫേല്? മാദി, ജംഅനല്ലേ മുഖാത്തബ്. ളലംതും, നിങ്ങൾ ദുൽമു ചെയ്തിരിക്കുന്നു, നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞു. തൊട്ട് മുമ്പുള്ള വായത്തിൽ എന്താ ഉള്ളത്? അവർ പശുവിനെ ആരാധിച്ച സംഭവമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇന്നക്കും ളലംതും, നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ദുൽമു പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നക്കും ളലംതും അൻഫുസക്കും, നിങ്ങളുടെ നഫ്സിനോട് തന്നെയും, നിങ്ങളോട് തന്നെയും നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതൊരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ അതിക്രമം ചെയ്യുന്നത് ആരോടാണ്? അവനവനോട് തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ ദുൽമ എന്ന പദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഭാഷാപരമായ അടിസ്ഥാനപരമായ അർത്ഥം കുറവ് വരുത്തുക എന്നാണ്. കുറവ് വരുത്തുക. ശരിക്കും ദുൽമ എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം കുറവ് വരുത്താനാണ്. സൂറത്തുൽ കഹ്ഫിൽ അത് സൂചന വന്നിട്ടുണ്ട്. 2 തോട്ടക്കാരുടെ ചരിത്രം പറഞ്ഞെടുത്ത്. 2 തോട്ടക്കാർ, അവർക്ക് 2 തോട്ടങ്ങളുണ്ടായിരുന്നു. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ വലം തസ്ലിം മിൻഹു ഷൈഅൻ. അവർക്ക് 2 തോട്ടങ്ങളുണ്ടായിരുന്നു. ആ 2 തോട്ടങ്ങൾ വലം തസ്ലിം, തോട്ടം അതിക്രമം ചെയ്തില്ല എന്നാണോ? അല്ല, പിന്നെ തോട്ടം കുറവ് വരുത്തിയിരുന്നില്ല, അതിൻ്റെ ഫലത്തിൽ കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ കുറവ് വരുത്തലാണ് ശരിക്കും ദുൽമു എന്ന് പറഞ്ഞാൽ. ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അവനവൻ്റെ അവസ്ഥ തന്നെയാണ് അവൻ ഇല്ലാതെയാക്കുന്നത്, അവനവനുള്ള പ്രതിഫലം തന്നെയാണ് അവൻ കുറക്കുന്നത്, അവനവൻ്റെ സ്ഥാനമാണ് അവൻ ഇടിച്ചു താഴ്ത്തുന്നത്, അവനവന് പരലോകത്ത് ലഭിക്കാനിരിക്കേണ്ടിയിരുന്ന പ്രതിഫലമാണ് അവൻ കുറവ് വരുത്തുന്നത്. ദുൽമ, ഏത് തിന്മ ഒരാൾ പ്രവർത്തിക്കുമ്പോഴും അത് ഒരിക്കലും എന്തല്ല അവനൊരു നേട്ടമല്ല, മറിച്ച് അവനവനോട് തന്നെയാണ് അവന് അതിക്രമം ചെയ്യുന്നത്. അവന് ലഭിക്കേണ്ടിയിരുന്ന ഖൈറിലാണ് അവൻ ഈ കുറവ് വരുത്തിയത്, അവന് പരലോകത്ത് ലഭിക്കേണ്ടിയിരുന്ന ആദരവിലാണ് അവൻ ഇടിവ് വരുത്തിയത്. ഈ നിലക്കൊക്കെ അവൻ സ്വന്തത്തോട് തന്നെയാണ് അതിക്രമം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ളലംതും അൻഫുസക്കും എന്ന് പറഞ്ഞത്. ഖുർആൻ പലയിടത്തും ഈ വാക്ക് കാണാം, ളലമു അൻഫുസഹും, വമാ ളലമൂന വലാകിൻ ളലമു അൻഫുസഹും. അവർ നമ്മോട് യാതൊരു അതിക്രമവും ചെയ്തിട്ടില്ല. അതായത് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ അള്ളാഹുവിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അവനോട് എന്തെങ്കിലും ഒരാൾ അവൻ്റെ കൽപ്പന ധിക്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ, യാ ഇബാദി ലൗ അന്ന അവലക്കും ആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളുമെല്ലാം
ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ കൽബുള്ളവരാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ അതേ അവസ്ഥയിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത് എന്ന് വിചാരിക്കുക. മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ അത് യാതൊരു കുറവും വരുത്തുകയില്ല. ഇവർ വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ, ഇവർ പശുക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ കുറവ് സംഭവിച്ചോ? അവരുടെ മഹത്വത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടോ? ഇല്ല. അവരോട് തന്നെയാണ് അതിക്രമം ചെയ്തത്. അവരുടെ ബുദ്ധി തന്നെയാണ് അവർ ഇല്ലാതെയാക്കിയത്. അവരുടെ സ്ഥാനം തന്നെയാണ് അവർ കുറച്ചത്. അള്ളാഹുവിന് യാതൊരു കുറവും അവർ വരുത്തിയിട്ടില്ല. ഒരാൾക്ക് കുറവ് വരുത്താൻ സാധിക്കുകയുമില്ല. ഇന്നക്കും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ, അവിടെ ബാ സബബിയത്തിൻ്റെ ബാ, ഐ ബിസബബി ഇത്തിഖാദിക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തായിരിക്കും അർത്ഥം? അപ്പോൾ ഇന്നക്കും ളലംതും അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് അതിക്രമം ചെയ്തിരിക്കും. ബി സബബി ഇത്തിഖാദിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചത് കാരണത്താൽ, നിങ്ങൾ സ്വീകരിച്ച ഇത്തിഖാദ് സ്വീകരിച്ചു. ഇത്തിഖാദികുമുൽ ഇജ്ല, ഇജ്ൽ അതായത് ഇജ്ൽ പശുക്കുട്ടി, നിങ്ങൾ പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചത് കാരണത്താൽ നിങ്ങൾ സ്വന്തങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ മിക്കവാറും നിങ്ങൾ ഖുർആൻ അറബി ഭാഷ ഇതാക്കുന്നു വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്തഖീമായിരിക്കും, നേരെ വരും. ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. പശുക്കുട്ടിയെ സ്വീകരിച്ചത് കാരണത്താൽ സ്വന്തങ്ങളോട് നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് മൂസ തൻ്റെ ജനതയോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ബാക്കിലേക്ക് വായിച്ചു കഴിഞ്ഞാൽ ശരിക്ക് ഖുർആൻ പൊതുവെ മലയാള ഭാഷയുടെ നേരെ ഓപ്പോസിറ്റ് തർത്തീബിലാണ് അറബി ഉള്ളത്. അറബി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബാക്കിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ കറക്റ്റ് ആയിരിക്കും സെൻറ്റൻസ്. പലപ്പോഴും, എല്ലപ്പോഴും ആയിക്കൊള്ളുന്നില്ല, പലപ്പോഴും എല്ലപ്പോഴും ഇത് വിജയിച്ചോളുന്നില്ല, പക്ഷെ പലപ്പോഴും വിജയിക്കും. നോക്കൂ, മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു അറബി ഭാഷാ നിയമം അവിടെ പറഞ്ഞിരുന്നു. എൻ്റെ നിയമം ഇവിടെ ഉണ്ടത്. ഇതാ ഇത്തിഖാദ് എന്നുള്ള വാക്കിന് എന്തുണ്ടാവും? രണ്ട് മഫ്ഊൽ ഉണ്ടാവും. രണ്ടാമത്തെ മഫ്ഊൽ ഇവിടെ ഇല്ല. ഷൻഖീദി പറഞ്ഞത് ഖുർആനിൽ എവിടെ ഇത് വന്നിട്ടില്ല എന്നാണ്. ഇവർ ഇജ്ലിനെ സ്വീകരിച്ചത് പറഞ്ഞപ്പോൾ എവിടെയും ഇത്തഖദൽ ഇജ്ല ഇലാഹൻ എന്ന് വന്നിട്ടില്ല. എല്ലായിടത്തും രണ്ടാമത്തെ മഫ്ഊൽ മഹ്ദൂഫാണ്, അത് പറഞ്ഞിട്ടില്ല. ഫതൂബു ഇലാ ബാരിഇക്കും, ഫന് പല അർത്ഥങ്ങളുണ്ട്. ഫാൻ്റെ ഇവിടുത്തെ അർത്ഥം ഫ തഖീബാണ്. അതിനാൽ ഉടനടി, ഇപ്പോൾ തന്നെ, പെട്ടെന്ന് തന്നെ നിങ്ങളിങ്ങനെ ചെയ്തിരിക്കുന്നു. ഫ അതുകൊണ്ട് തൂബു, തൂബു ഏതായത് ഫാല് അമർ, അതിന് മാലേതാ താബ. കുറേ ആൾക്കാരാണെങ്കിൽ താബു, തൂബു, താബ തൂബു, തൂബു, ഫതൂബു അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യുക. തൂബു ഖുർആനിൽ തന്നെ വേറെ വന്നിട്ടുണ്ടല്ലേ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. തൂബു എന്ന് പറഞ്ഞാൽ അമ്രൻ, കൽപ്പന. നിങ്ങൾ തൗബ ചെയ്യുക. ഫതൂബു ഇലാ ബാരിഇക്കും, ആരിലേക്ക് തൗബ ചെയ്യുക? തൗബ എന്ന് പറഞ്ഞാൽ ശരിക്ക് മടങ്ങുക എന്നാണ് അർത്ഥം. ഖേദിച്ചു മടങ്ങുന്നതിനാണ് തൗബ എന്നാണ്. ഫതൂബു ഇല, നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഇല ബാരിഇക്കും, ബാരി നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്. ഖാലിഖ് എന്ന അർത്ഥവും ബാരി എന്ന അർത്ഥവും ഏതാണ്ട് അടുത്തടുത്ത അർത്ഥമാണ്. ഈ രണ്ട് ഇസ്മുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്താണിത് രണ്ടു തമ്മിൽ ഉദ്ദേശിക്കുന്നത് എന്നത്. ചിലർ പറഞ്ഞു അല്ലാഹു അലം, ഖാലിഖ് എന്നതും ബാരി എന്നതും ഒരുമിച്ച് വന്നാൽ ഖുർആനിൽ വന്നിട്ടുണ്ടോ? അയ്യോ അഹ്സൻത, ലാ ഹുവൽ ഖാലിഖു അൽ ബാരിഉ അൽ മുസവ്വർ. അപ്പോൾ അവർ പറഞ്ഞു അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടലാണ്, ഒരു കാര്യം സൃഷ്ടിപ്പിൻ്റെ ക്രമീകരണം ആദ്യം നടത്തുക. ബാരി എന്ന് പറഞ്ഞാൽ ആ ക്രമീകരിച്ച രൂപത്തിലേക്ക് അത് പുറത്തു കൊണ്ടുവരാം. മുസവ്വർ എന്ന് പറഞ്ഞാൽ അതിന് രൂപം നൽകുക. ആദ്യം ഖാലിഖ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തഖ്ദീറാണ് അതുകൊണ്ട് ഉദ്ദേശം, നിശ്ചയിക്കുക, എങ്ങനെ സൃഷ്ടിക്കണം എന്നത് കണക്ക് വെക്കുക, ഓരോന്നിനും കൃത്യമായ കണക്ക് രൂപവും വെക്കുക. ബാരി എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് കൊണ്ടുവരാം, സൃഷ്ടിക്കുക, ഉണ്ടാക്കുക. ഖുർആനിൽ പദം ബറ എന്നുള്ള വാക്ക് പലപ്പോഴും അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അൽ ബാരി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പഠിച്ചതിനെ കുറിച്ചാണ്. കാരണം മനുഷ്യർക്ക് ബരിയത്ത് എന്ന് പറയാറുണ്ട്, ബരിയ. ബാരി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പഠിച്ചവന് എന്നാണ് ബാരി എന്നതിൻ്റെ അർത്ഥം. ഫതൂബു ഇലാ ബാരിഇക്കും, അത് നിങ്ങളെ പഠിച്ച റബ്ബ് അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഫതൂബു ഇലാ ബാരിഇക്കും, ഫതൂബു ഇലാ ബാരിഇക്കും.
ഫഖ്തുലു അൻഫുസക്കും. നമുക്ക് അവിടെ രണ്ടാമതൊരു ഫാ കൂടി വന്നു. ആ ഫാ എന്തിനാ ഫാ? നേരത്തെ പറഞ്ഞ ഫാ അല്ല. അതാണ് അറബിയിൽ ഉള്ളൊരു ഭംഗി. ഇതാണ് ഒരേ വാക്കായിരിക്കും, പക്ഷേ അത് വ്യത്യസ്ത അർത്ഥങ്ങളിലായിരിക്കും. നേരത്തെ പറഞ്ഞ ഫാ തഖീബാണ്, ഉടനടി ചെയ്യാന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഫാ അവർ പറഞ്ഞു ഫാ തഫ്സീരിയത്താണ്. നിങ്ങൾക്ക് തൗബ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ശരി, എങ്ങനെയാണ് ഈ തൗബ? ഈ തൗബ ഫഖ്തുലു അൻഫുസക്കും. ഫഖ്തുലു 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 ഉഖ്തുലു നിങ്ങൾ വധിക്കുക. ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ സ്വന്തങ്ങളെ വധിക്കുക. നിങ്ങൾ സ്വന്തത്തെ വധിക്കുക. സ്വന്തത്തെ വധിക്കുക അവനാണ് ആത്മഹത്യ ചെയ്യാന്നല്ല. ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ പറയാം, ഇതിൻ്റെ വിശദീകരണം പിന്നീട് പറയാം. ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ സ്വന്തങ്ങളെ വധിക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും. ദാലിക്ക എന്ന് പറയാതെ ദാലിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെ വന്നിട്ടുള്ളത് ദാലിക്കും എന്നുള്ളത്? എവിടെ ദാലിക്കും വന്നത്? എവിടെ വന്നത്? ഫീ ദാലിക്കും ബലാഉ മിർ റബ്ബിക്കും. അത് എന്തുകൊണ്ടാണ് ദാലിക്ക എന്ന് പറയാതെ ദാലിക്കും എന്ന് പറഞ്ഞത്? ആരൊക്കെ ഓർമ്മയുള്ളത്? ദാലിക്കും എന്ന് പറഞ്ഞത് കേൾവിക്കാരെ പരിഗണിച്ചുകൊണ്ടാണ്. കേൾവിക്കാർ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ദാലിക്കും എന്ന് പറയും. രണ്ടാൾക്കാരാണെങ്കിൽ ദാലിക്കുമ എന്ന് പറയും. ഒരാളാണെങ്കിൽ ദാലിക്ക എന്ന് പറയും. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ദാലിക്കും എന്ന് പറയും. രണ്ടാവണ ഇപ്പോൾ ഇത് പറയുന്നത്. ഇങ്ങനെ കുറേ തവണ കേൾക്കുമ്പോൾ നിയമങ്ങൾ മൺപടാവില്ലേ? ഫഖ്തുലു അൻഫുസക്കും ദാലിക്കും, അതാകുന്നു ഏത്? തൗബ ചെയ്യാൻ. ദാലിക്കും ഖൈറുൻ ലക്കും. ദാലിക്കും ഖൈറുൻ ലക്കും എന്തായിരുന്നു അർത്ഥം? അതും ഒരു അർത്ഥമാണ്. മുഫസ്സിരിങ്ങൾ ചിലർ പറഞ്ഞത്, ഹസീബിൻ്റെ അഭിപ്രായം, അവർ പറഞ്ഞു ദാലിക്കും ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതൊരു നല്ല കാര്യമാണ്. ദാലിക്കും ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്കൊരു ഖൈറായ കാര്യം, അതാണ്, അതായത് തൗബ ചെയ്യലാണ്. രണ്ടാമതൊരു തഫ്സീർ കൂടിയുണ്ട്. അതെന്തായിരിക്കും? അതാണ് പലരും പറഞ്ഞത്. ധാരാളം ആളുകളുടെ തഫ്സീർ അതാണ് ഏറ്റവും നല്ലത്. ദാലിക്കും ഖൈറുൻ ലക്കും. ഖൈർ എന്നുള്ള വാക്ക് ഇങ്ങനെ പ്രയോഗിക്കുന്ന വാക്കാണ്. അഖിയറു ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. തൗബ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ്? നിങ്ങൾ തൗബ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞ അവസ്ഥയിൽ തുടർന്നു പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്, ഏറ്റവും ഖൈറായിട്ടുള്ളത് തൗബ ചെയ്യലാണ്. ദാലിക്കും ഖൈറുൻ ലക്കും ഇൻദ ബാരിഇക്കും. നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ, അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്താണ്? നിങ്ങൾ തൗബ ചെയ്യലാണ്. ഇതിൻ്റെ അർത്ഥങ്ങളിലൊന്നും സംശയമില്ലല്ലോ. ഫതാബ അലൈക്കും, ഈ ഫായത അപ്പോൾ പിന്നീട്, അതായത് നിങ്ങളങ്ങനെ ചെയ്തപ്പോൾ, അത് അള്ളാഹു ഖുർആൻ പലയിടത്തുള്ള ശൈലിയാണ് ഇത്. ഖുർആനിൻ്റെ നമ്മളിത് മലയാളികളായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മളിത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ശരിക്കും സാഹിത്യ പ്രയോഗങ്ങളിൽ ഭയങ്കര സുന്ദരമായ പ്രയോഗമാണ്. അതായത് ഇതിൻ്റെ ഇടയിലുള്ള കാര്യം പിന്നെ പറയാതിരിക്കുക എന്നുള്ളത്, അത് ഇന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഫതാബ അലൈക്കും, നിങ്ങളത് ചെയ്തു, മൂസയുടെ കൽപ്പന അനുസരിച്ചു, അങ്ങനെ നിങ്ങൾ തൗബ ചെയ്തു എന്നൊന്നും പറയാതെ ഫതാബ അലൈക്കും, നിങ്ങൾ ചെയ്തു എന്നുള്ളത് ഇതിന് മനസ്സിലാവും. ഫതാബ അലൈക്കും, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. താബ പുറത്തു, അലൈക്കും നിങ്ങൾക്കുമേൽ അള്ളാഹു, നിങ്ങളുടെ പൊറുക്കൽ അള്ളാഹു സ്വീകരിച്ചു. ഇത് സൂറത്ത് യൂസുഫിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, പിന്നെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയിൽ അതിൻ്റെ ഇടയിലുള്ള പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയുന്നതാണ്. അത് കഥ പറയുന്ന രീതിയിൽ ഏറ്റവും സുന്ദരമായ രീതിയാണ്. മലയാളത്തിലെ രീതി പലയിടത്തും ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് ഇടയിലുള്ളത് പറയാതെ ഒരു കഥ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ അത് വർഷങ്ങൾക്ക് ശേഷം ഒരു പുലരീത എന്ന് പറഞ്ഞിട്ട് തുടങ്ങൂലേ. ഭയങ്കര ഭംഗിയാണ്, സാഹിത്യത്തിൽ അത് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും പറയാതെ 2-3 വരികൾക്കിടയിൽ ഇത്രയും ഇടയിൽ സംഭവിച്ചതിന് സൂചന നൽകാനുള്ളത്, അത് സാഹിത്യ ഭംഗിയാണത്. പക്ഷെ നമുക്കിത് മലയാളത്തിൽ മനസ്സിലാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് ഭയങ്കര രസകരമായ പ്രയോഗമാണ്. ഫതാബ അലൈക്കും, നിങ്ങളിത് ചെയ്തു, നിങ്ങളങ്ങനെ പരസ്പരം കൊന്നു എന്നൊന്നുമില്ല. ഫതാബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു, അതായത് അവർ പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ സൂചന.
ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാകുന്നു അത്തവ്വാബ്, തവ്വാബായിട്ടുള്ളവൻ, അർ റഹീം. തവ്വാബ് എന്ന് പറഞ്ഞാൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അർ റഹീം കരുണ ചൊരിയുന്നവൻ. അർത്ഥറിയാത്ത വാക്കുകളില്ലല്ലോ. തഫ്സീർ നോക്കൂ നിങ്ങൾ. വദ്കുറു നിഅമതന അലൈക്കും ഹീന ഖാല മൂസ ലിഖൗമിഹി. ഞാനതിൻ്റെ ഏതെങ്കിലും വാക്കിന് അർത്ഥം പറയണോ? നിങ്ങൾക്ക് അറിയുന്നില്ല അതൊക്കെ. മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ വേളയിൽ നാം നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. വദ്കുറു നിങ്ങൾ ഓർക്കുക, നിഅമതന നമ്മുടെ അനുഗ്രഹം, അലൈക്കും നിങ്ങൾക്ക് മേൽ, ഹീന ഖാല മൂസ ലിഖൗമിഹി. മൂസ തൻ്റെ ജനതയോട് ഈ വാക്ക് പറഞ്ഞ സന്ദർഭത്തിൽ നാം നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. എന്താ മൂസാ നബി പറഞ്ഞത് അലൈഹി സ്വലാത്തു വസ്സലാം? ഇത് സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഏതാ സാഹചര്യം? ഒരു പശുക്കുട്ടിനെ ആരാധിച്ച് സമയമാണത്. ഇന്നക്കും ളലംതും അൻഫുസക്കും ബിത്തിഖാദികുമുൽ ഇജ്ല ഇലാഹൻ. അതിൽ എല്ലാ വാക്കും അർത്ഥം പറഞ്ഞാണ്. നിങ്ങൾ സ്വന്തം കൂടെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, പശുക്കുട്ടിയെ നിങ്ങൾ ഇലാഹായി സ്വീകരിച്ചില്ല. ഫതൂബു ഇലാ ഖാലിഖിക്കും. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. എങ്ങനെയാണ് അത് മടങ്ങേണ്ടത്? യഖ്തുല ബഅദുക്കും ബഅദൻ. ആ തൗബയുടെ രൂപം എന്താണ്? ബി അൻ യഖ്തുല, വധിക്കുക എന്നതാണ്. ബഅദുക്കും ബഅദൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ വധിക്കുക എന്നതാണ്. അതായത് പശുവിനെ ആരാധിച്ച ആളുകൾ അവരെ ആരാധിക്കാത്ത ആളുകൾ വധിക്കുക എന്നുള്ളത്. ഇസ്രായേലർക്ക് ഈ പറഞ്ഞ തിന്മയ്ക്കുള്ള പ്രായശ്ചിത്തമായി അള്ളാഹു നിശ്ചയിച്ച കാര്യം ഇതായിരുന്നു. ഇത് കഴിഞ്ഞ കാല സമൂഹത്തിന് നിശ്ചയിക്കപ്പെട്ട അഗ്ലാലുകളിൽപ്പെട്ടതായിരുന്നു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾക്കിതാ ഒരു നബി വന്നിരിക്കുന്നു, ഈ നബി മുൻകാല സമൂഹങ്ങൾക്ക് മേലുണ്ടായിരുന്ന അഗ്ലാലുകളും ആസാറുകളും ഭാരങ്ങളും ചങ്ങലക്കെട്ടുകളും എടുത്തു നീക്കുന്നു എന്ന് പറഞ്ഞല്ലോ. മുൻകാല സമൂഹങ്ങളിൽ അവർക്കുള്ള തൗബയുടെ രൂപത്തിൽപ്പെട്ടതായിരുന്നു ഇത്. അവർക്ക് നിശ്ചയിച്ച തൗബ ഈ രൂപത്തിലായിരുന്നു. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഇളവുകളിൽപ്പെട്ടതാണ് നമുക്ക് തൗബ എളുപ്പമാണെന്നുള്ളത്. ഇങ്ങനെ ഇല്ല എന്നുള്ളത്. അള്ളാഹുനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മതി. മുൻകാല സമൂഹത്തിന് നൽകപ്പെട്ട അവരുടെ ഭാരങ്ങളിൽപ്പെട്ട, അവർക്ക് മേൽ നിശ്ചയിക്കപ്പെട്ട ഭാരങ്ങളിൽപ്പെട്ടതായിരുന്നു അവരുടെ തൗബ. കഠിനമായിരുന്നു, പ്രയാസകരമായിരുന്നു. ധാരാളം കാര്യങ്ങൾ അവരും മുൻകാല സമൂഹവും പിൽക്കാല സമൂഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന് ഭയങ്കരമായ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കാരണത്താൽ. പിന്നെ ഈ ഉമ്മത്ത് പൊതുവെ സഹാബികൾ അതിൽ വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ്. കാരണം സഹാബികൾ കൽപ്പനകൾ കേട്ടാൽ ഉടനെ സ്വീകരിക്കുമായിരുന്നു. ഇവർ സ്വീകരിക്കില്ല. ഇവർ ചോദ്യങ്ങൾ ചോദിക്കും, തിരിച്ചു മറുപടി പറയും. ഇനി കുറച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് പോലെ പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ കുറേ ചോദ്യങ്ങൾ തിരിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഇതിൽ കടുപ്പം വന്നത് അള്ളാഹു സ്വയം അവർക്ക് കടുപ്പമാക്കിയതല്ല, അവർ തന്നെ സ്വയം കടുപ്പാക്കിയതാണ്. അവർ തന്നെ അവരുടെ വഴികൾ കടുപ്പമാക്കുന്നതിന് കാരണമായതാണ്. പല കാര്യങ്ങൾ ഹറാമാവാൻ കാരണം ബനൂ ഇസ്രായേലുകാരുടെ ഈ നിഷേധമായിരുന്നു. അവരുടെ ഈ കുതർക്ക സ്വഭാവം കാരണം ധാരാളം കാര്യങ്ങൾ അവർക്ക് അള്ളാഹു ശിക്ഷയായിക്കൊണ്ട് കടുപ്പമുള്ളതാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതായിരുന്നു അവരുടെ തൗബ സ്വീകരിക്കാൻ ഇത് ചെയ്യണം എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് അവർക്ക് ഗനീമത്ത്, യുദ്ധാർജിത സ്വത്ത് ബനൂ ഇസ്രായേലുകാർക്ക് അനുവദനീയമായിരുന്നില്ല. മുസ്ലിം ഉമ്മത്തിനാണ് അത് അനുവദിക്കപ്പെട്ടത്. ധാരാളം നിയമങ്ങളിൽ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ തന്നെ പോകണം, ആരാധനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ പോകണം. നമ്മുടെ ഉമ്മത്തിന് എവിടെ നിന്ന് വേണമെങ്കിൽ നിസ്കരിക്കാം, നിസ്കാരം നിർവഹിക്കാൻ പള്ളി തന്നെ വേണമെന്നില്ല. അതായത് യാത്രയിലോ മറ്റോ ആണെങ്കിൽ എവിടെ നിന്നും നിസ്കരിക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ലനൽ അർദു മസ്ജിദൻ വതഹൂറൻ. നമുക്ക് നമ്മുടെ ഭൂമി നിസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധീകരിക്കാനുള്ള വസ്തുവുമായി അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെ ഈ ഉമ്മത്തിന് ധാരാളം ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് നിങ്ങൾക്ക് ഇത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന വലാ തുഹമ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിന. നമുക്ക് മുൻപുള്ളവർക്കുമേൽ നീ വെച്ചതുപോലുള്ള ഭാരം അള്ളാഹുവെ നീ ഞങ്ങൾക്കുമേൽ വെക്കരുതേ. ആ പ്രാർത്ഥന അതിൻ്റെ അവസാനത്തിൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലാണ് പ്രാർത്ഥന ഉള്ളത്. ആ പ്രാർത്ഥന ഇത്രയും കഥകൾ പറഞ്ഞതിന് ശേഷമാണ് ആ പ്രാർത്ഥന വരുന്നത്. അതിൻ്റെ ബന്ധം, കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന്. കാരണം ബനൂ ഇസ്രായേലുകാർക്ക് ഉണ്ടായിരുന്ന ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ സൂറത്തുൽ ബഖറയിലുണ്ട്. അവർക്ക് അവരുടെ അതിക്രമം കാരണം നിശ്ചയിക്കപ്പെട്ട നിയമങ്ങളിൽപ്പെട്ടതായിരുന്നു അത്.
അപ്പം അതിൽപ്പെട്ടതായിരുന്നു ഈ പറഞ്ഞ കാര്യം. ബിഅൻ യഖ്തുല ബഅദുക്കും ബഅദൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ വധിക്കുക. അതായത് പശുവിനെ ആരാധിക്കാതിരുന്ന ആളുകൾ അവർ ആരാധിച്ചിരുന്നവരെ വധിക്കുക എന്നുള്ളതായിരുന്നു. ഭയങ്കര പരീക്ഷണമായിരുന്നു എന്നാണ് അവർക്ക്. ഇതവർക്ക് സാധിക്കാതെ സ്വന്തം ചിലപ്പോൾ കുടുംബത്തിലുള്ള ആളുകളെ വധിക്കേണ്ടി വരും, അതുപോലെ ചിലപ്പോൾ മക്കളെ വധിക്കേണ്ട സ്ഥിതി വരും. അങ്ങനെ അവർക്ക് മേൽ ഇരുട്ട് ഒരു ഇസ്രായേലിയാത്തുള്ള ഹദീസിൽ വന്നിട്ടില്ല. തഫ്സീറുകൾ കൊടുത്ത ഇതിൻ്റെ വിവരണങ്ങളിൽ കാണാമത്. ഇസ്രായേലിയാത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്ത് തഫ്സീർ മറ്റെടുക്കുമ്പോൾ പറയും. ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ പഴയ അഹ്ൽ കിതാബുകാരുടെ വിവരണങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്, അത് ഹദീസല്ല. അതിൽ പല സഹാബിമാർ വിവരിച്ചതായി കാണാം. ഇവർക്ക് ഇത് ഈ കൽപ്പന നൽകപ്പെട്ടപ്പോൾ ഇത് ഭയങ്കര പ്രയാസകരമായി. അതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞത്? ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞത്. നിങ്ങളെ തന്നെ വധിക്കൂ എന്ന് പറഞ്ഞു. ശരിക്കും അവനവനെ കൊല്ലാനല്ല ഈ പറയുന്നത്. പക്ഷേ എൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട, എൻ്റെ സ്വന്തം ചോരയിൽപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ഒരാളെ വധിക്കുന്നത് എന്നെ വധിക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ വേദന അത്രയും കടുത്തതായിരിക്കും ഒരാളെ വധിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഇരുട്ട് വന്നു എന്നാണ്. ഇവർ ഉണ്ടായിരുന്ന സ്ഥലം ഇരുട്ടിൽ മൂടി, എന്നിട്ട് ഇവരോട് വധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലാൻ തുടങ്ങിയപ്പോൾ അതിൽ ധാരാളം ആളുകൾ മരിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അള്ളാഹുവെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബനൂ ഇസ്രായേലുകാർ മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്. ഇവർ ഈ ചെയ്ത അതിക്രമം, തൗറാത്ത് അവതരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പശുക്കുട്ടിനെ ആരാധിക്കുന്നത്, അതും ഒരു നബിയെ ധിക്കരിച്ചുകൊണ്ട്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരോടൊപ്പമുണ്ട്. നിങ്ങൾ ഈ പശുവിനെ ആരാധിക്കരുത് എന്ന് അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്നില്ല. സാമരിയോടൊപ്പം പോയിട്ട് പശുവിനെ ആരാധിക്കുക, അതും ഇത്രയും അള്ളാഹു സുബ്ഹാനഹു തആല കണ്ട ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് അത് കൺമുന്നിൽ കണ്ടിറങ്ങി വന്ന ആളുകൾ അവർ നേരെ പോയി ആരാധിക്കുന്ന പശുവിനാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹി വസ്സലാം 2 തവണയാണ് അള്ളാഹുവിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഫതൂബു ഇലാ ബാരിഇക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും, അഫ്വൻ ഫതൂബു ഇലാ ബാരിഇക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും. 2 തവണ ബാരി എന്ന വാക്ക് അവിടെ എടുത്തു പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതിന് ചിലർ പറഞ്ഞു, നിങ്ങളെ പടച്ച റബ്ബുണ്ടായിരിക്കെ നിങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു പശുക്കുട്ടിയെ പോയിട്ടാണ് ഈ ആരാധിച്ചത്. ഈ നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു പശുവിനെയാണ് നിങ്ങൾ ആരാധിച്ചത്. അത് എത്ര വലിയ അതിക്രമമാണ്. നിങ്ങളെ പടച്ച റബ്ബുണ്ട്, അവനോട് നിങ്ങൾ തൗബ ചെയ്യുക. അവനോടാണ് നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനിലേക്ക് നിങ്ങൾ, അള്ളാഹു നിങ്ങളെ സൃഷ്ടാവാണ്. ഇതിന് സമാനമായിട്ട് സൂറത്തുൽ ബഖറ വേറെ വന്നിട്ടുണ്ട്. എവിടെ അത്? ഇതുവരെ എടുത്തതിലുണ്ട്. നിങ്ങളെ പടച്ച റബ്ബാണ് അർഹതയുള്ളവൻ. ആരാ? എവിടെ ആയിട്ട്? അയ്യോ യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. അതേ വാക്കിന് സമാനമാണിത്. നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും പടച്ച റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിന് സമാനമാണ് ഈ വാക്ക്. ആ ശൈലി ഇവിടെയുമുണ്ട്. അത് വെറുതെ നിങ്ങൾ ഫതൂബു ഇലല്ലാഹ് എന്ന് പറയാതെ ഇവിടെ പ്രത്യേകം അള്ളാഹുവിൻ്റെ ബാരി എന്ന പേരാണ് എടുത്തു പറഞ്ഞത്. നിങ്ങളെ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് നിങ്ങളെ പടച്ച റബ്ബിൻ്റെ അടുത്ത് ഖൈറായിട്ടുള്ളത്. നമുക്ക് ആ പ്രയോഗം സൂക്ഷ്മമാണ്. അത് വെറുതെ ഒരു പേര് പറയല്ലേ ചെയ്ത്, മറിച്ച് അവിടെ അതിനോട് ഏറ്റവും യോജിച്ച നാമമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വഹാദാ ഖൈറു ലക്കും ഇൻദ ഖാലിഖിക്കും മിനൽ ഖുലൂദിൽ അബദി ഫിന്നാർ. ഇതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ. എന്തിനേക്കാൾ? മിനൽ ഖുലൂദിൽ അബദി ഫിന്നാർ. ഖുലൂദ് ശാശ്വതമാവുക, അൽ അബദി എന്നേക്കുമായി നരകത്തിൽ ശാശ്വതരാവുക എന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നത്. അതായത് ഈ പറഞ്ഞ ശിക്ഷ അവർക്ക് അള്ളാഹു നൽകി. ഇവരെ വധിക്കാൻ പറഞ്ഞല്ലോ പരസ്പരം. ഈ വധിക്കപ്പെട്ട ആളുകൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. അതല്ലെങ്കിൽ അവർക്ക് ഷഹാദത്തിൻ്റെ പദവി നൽകപ്പെട്ടു. എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. ഇതോടുകൂടി അവർ സ്വർഗത്തിലേക്ക് നേരെ അവർക്ക് പ്രവേശിക്കാനുള്ള വഴിയുണ്ടായി. ഇത്രയും വലിയ തെറ്റ് അവർ ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു അവർക്കത് കാരണമാക്കി നിശ്ചയിച്ചു. ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നന്മയായി ഇത്
രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിപ്പോൾ രണ്ടുപേർക്കും പ്രയാസമുള്ള കാര്യമാണ്, വധിക്കപ്പെടുന്നവനും വധിക്കുന്നവനും. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചിലർ പറഞ്ഞേക്കാണ്, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ നിഅമത്ത് അതിനേക്കുള്ള സൂചന ഇതിലുണ്ട്. മുൻകാല സമൂഹങ്ങൾക്ക് അവർ തിന്മ ചെയ്താൽ ഈ രൂപത്തിലുള്ള ശിക്ഷാവിധികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിതൊന്നുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ ആകെ ആവശ്യമുള്ളത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മതി. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. ഖലാസ്, നിങ്ങൾ ആത്മാർത്ഥമായി അത് പറഞ്ഞാൽ, ഖേദിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ ഖലാസ്, അള്ളാഹ് പുറത്തു തരും. എത്ര തവണ നിങ്ങൾ ആവർത്തിച്ചാൽ പോലും പുറത്തു തരും. എത്ര വലിയ തെറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾക്ക് യാതൊരു നിലക്കും കടുപ്പില്ല. ഇങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് തൗബ എളുപ്പമാക്കി തന്നിട്ട് നിങ്ങൾ ഈ തൗബയിലേക്ക് തിരിച്ചു പോകുന്നില്ലെങ്കിൽ വലിയ അതിക്രമമാണ് എന്ന സൂചന ഇതിലുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീർ മുഫസ്സിറുകൾ ചിലത് പറഞ്ഞായി കാണാം. ഈ ഉമ്മത്തിന് തൗബ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കരുത്. മാത്രമല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ തന്നെ അവർ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫാഉ തഅഖീബ് എന്ന്, ഇന്നക്കും വലംതും അൻഫുസക്കും, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു, ഫതൂബു ഇലാ ബാരിക്കും, അതിനാൽ നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അതായത് ഉടനടി തൗബ ചെയ്യാനുള്ള പ്രയോഗം അതിലുണ്ട്. പെട്ടെന്ന് തന്നെ. ഈ ആയത്തിൽ നിന്ന് അവർ പറഞ്ഞു, തിന്മ ചെയ്താൽ തൗബ ഉടനടി ചെയ്യുക എന്നത് വാജിബാണ്. എങ്ങനെ അത് പറയാൻ പറ്റുക? എങ്ങനെ ആയത്തിൽ നിന്ന് മനസ്സിലാവുക? അമ്രാണ്, അതോടൊപ്പം ഈ ഫാ ഉണ്ട്, ഫാ തഅഖീബിൻ്റെ ഫാ എന്നാണ്. അതായത് ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഉടനെ ഇത് ചെയ്യുക. അത് നിങ്ങൾ തെറ്റ് ചെയ്തോ ഫതൂബു, ഉടനടി നിങ്ങൾ തൗബ ചെയ്യുക, കാത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ധാരാളം ആളുകൾക്ക് തിന്മ ചെയ്താൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ പെട്ടതാണ് തൗബ വൈകിപ്പിക്കുക എന്നുള്ളത്. തൗബ വൈകിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? തൗബ വൈകിപ്പിക്കുമ്പോൾ അവർ രണ്ടാമതൊരു തെറ്റാണ് ചെയ്യുന്നത്. അത് മറ്റൊരു തൗബക്ക് ആവശ്യമുള്ളതാണ്. അത് വേറെ വീണ്ടും തന്നെ തൗബ ചെയ്യേണ്ട കാര്യമാണ്, തൗബ വൈകിപ്പിക്കുക എന്നുള്ളത്. നീ ഒരു തെറ്റ് ചെയ്തു, ഒരു ഹറാമ് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ നീ തൗബ ചെയ്യുന്നത്. അങ്ങനെ നീ ചെയ്യുമ്പോൾ മറ്റൊരു തിന്മ കൂടി നീ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? തൗബ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. തൗബ വൈകിപ്പിക്കുക എന്നത് ഒരു ഹറാമായ കാര്യമാണ്. അതിൽ നിന്ന് വേറെ തൗബ ചെയ്യുക എന്നത് ആവശ്യമാണ്. കാരണം അത് വേറെ തെറ്റാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്യാതെ വൈകിപ്പിച്ചു വെക്കുക എന്നുള്ളത് വേറെ തെറ്റാണ്. പലപ്പോഴും ഇബ്ലീസ് ഇവിടെ മനുഷ്യരെ ഭയങ്കരമായി ഫിത്നയിലാക്കുന്ന മേഖലയാണ് തൗബയുടെ മേഖല. അപ്പോൾ പറയാം, എന്താ, നീ ഇപ്പോൾ എന്തായാലും തൗബ ചെയ്താൽ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നിന്ന് ആദ്യം ഉറച്ച തീരുമാനം എടുക്കുക, എന്നിട്ട് തൗബ ചെയ്യാന്നത്. എന്നിട്ട് ഇവൻ്റെ തൗബ വൈകിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇവൻ എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റില്ല. തൗബ ഉടനടി ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം എന്ന സൂചന ഈ ആയത്തിലുണ്ട് എന്ന് അവർ പറഞ്ഞായി കാണാം. ഫംതസൽതും ദാലിക, ഫംതസൽതും ഇംതിസാൽ അംർ എന്നാണ് കൽപ്പന അനുസരിക്കുക. ഫംതസൽതു, നിങ്ങൾ അനുസരിച്ചു ആ കാര്യം. ഫമന്ന അല്ലാഹു അലൈക്കും ബിഖബൂലി തൗബതിക്കും, അപ്പോൾ അല്ലാഹു മന്ന ഔദാര്യം ചൊരിഞ്ഞു. മിന്നത്ത് തന്നെ ഔദാര്യം. ഫമന്ന അല്ലാഹു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് മേൽ ഔദാര്യം ചൊരിഞ്ഞു. എങ്ങനെ ഔദാര്യം ചൊരിഞ്ഞു? ബിഖബൂലി തൗബതിക്കും, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട്. ഇന്നഹു ഹുവ തവ്വാബു ലിമൻ താബ മിൻ ഇബാദിഹി, തൻ്റെ അടിമകൾ തൗബ ചെയ്യുന്നവർക്ക് ധാരാളമായി പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തവ്വാബ് എന്നത് ഫഅൽ വസ്നാണ്. ഫഅൽ എന്നുള്ളത് ധാരാളമായി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഒരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, തവ്വാബ് കൊണ്ട് അർത്ഥമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു ധാരാളമായി തൗബ സ്വീകരിക്കുന്നവനാണ്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്ന് ധാരാളം പേർക്ക് തൗബ ചെയ്യുന്നവനാണ്. അവൻ്റെ തൗബ ധാരാളം പേർക്ക് നൽകുന്നതാണ്. അതുപോലെ ധാരാളമായി അവൻ തൗബ സ്വീകരിക്കുന്നതാണ്. അവൻ്റെ തൗബ അവന് ധാരാളമായി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം ധാരാളം അടിമകൾക്ക്, ധാരാളം ആളുകൾക്ക് തൗബ നൽകുന്നവനാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലന് പുറത്തു കൊടുക്കുന്ന ആളുകൾ എത്ര ഉണ്ട് എന്ന് നിങ്ങൾ നോക്കൂ. അതിനായിട്ട് അള്ളാഹു നിശ്ചയിച്ച വഴികൾ നിങ്ങൾ നോക്കൂ. ധാരാളം വഴികളുണ്ട്. നിസ്കാരത്തിലൊരു മനുഷ്യൻ ആമീൻ എന്നത് ശ്രദ്ധയോടുകൂടി പറഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ തെറ്റുകൾ പുറത്തു. എന്താ അതിലുള്ളത്? ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, ഒരാൾ ആമീൻ എന്നത് ഇമാം പറഞ്ഞതിന് ശേഷം ആമീൻ എന്ന് പറഞ്ഞ വിശ്വാസം പറഞ്ഞു,
ഒരാളുടെ അമീൻ എന്ന് പറയുന്നത് മലക്കുകളുടെ അമീനുമായി യോജിച്ചു വന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. കഴിഞ്ഞോ ഇല്ല. അൽ ജുമഅത്തു ഇലൽ ജുമഅ റമദാനു ഇല റമദാൻ خمس صلوات والجمعة إلى الجمعة ورمضان إلى رمضان كفارة لما بينهما إذا اجتنبت الكبائر. ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ അവക്കിടയിൽ സംഭവിക്കുന്ന തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. ഇത് ഇജ്തിനാബത്തുൽ കബായിർ, വൻപാപങ്ങൾ ഉപേക്ഷിക്കുക എന്ന് ചെയ്താൽ മാത്രമേ. ഇതിനൊക്കെ പുറമെ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാജിബുകൾ പ്രവർത്തിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുപാപങ്ങൾ വെറുതെ പുറത്തു കൊടുക്കും. എത്ര സന്ദർഭങ്ങളിലാണ് തൗബക്കുള്ള വഴി അള്ളാഹു എളുപ്പാക്കിയിട്ടുള്ളത്. വുദു എടുത്താൽ അവൻ്റെ കയ്യിൽ നിന്നും ശരീരത്തിൽ നിന്നുള്ള തിന്മകൾ കൊഴിഞ്ഞു പോകും. ഇതിനൊക്കെ പുറമെ രാത്രിയിലൊരു സമയമുണ്ട്, ഹദീസിൽ വന്നതുപോലെ ഇന്ന റബ്ബ് ينزل ربنا تبارك وتعالى إلى السماء الدنيا حين يبقى ثلث الليل الآخر. രാത്രിയുടെ 1/3 അവസാനം ബാക്കിയുള്ള സന്ദർഭത്തിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ثم يقول, എന്നിട്ട് അവൻ പറയും, من يدعوني فاستجيب له, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം നൽകാം. من يستغفرني فاغفر له, ആരുണ്ട് എന്നോട് പാപമോചനം ചോദിക്കാൻ ഞാൻ അവന് പുറത്തു കൊടുക്കാം. ومن يسألني فأعطيه, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ ചോദിക്കുന്നത് കൊടുക്കാം. ഇങ്ങനെ തൗബക്കുള്ള വഴി ഇതിനു മാത്രമുണ്ട്. ഇതിനൊക്കെ പുറമെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബാദി ലൗ അന്ന ദുനൂബക്കും ബലഗത് അനാന السماء ثم لقيتني لا تشرك بي شيئا, ആകാശം മുട്ട നിന്റെ തിന്മ എത്തുകയും നീ ശിർക്ക് ചെയ്യാതെ എന്നെ കണ്ടുമുട്ടുകയും ആണെങ്കിൽ നിനക്ക് പുറത്തു തരുന്നതാണ്. അഫർതു ലക വലാ ഉബാലി, നിനക്ക് തിന്മകൾ പുറത്തു തരുന്നതാണ്. ലാ ഉബാലി. لو لقيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. നിന്റെ തിന്മകൾ ഭൂമി നിറയെ ആയി തീർന്നാലും നീ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് നീ വന്നെത്തിയാൽ എനിക്ക് പുറത്തു തരുന്നതാണ്. ഇത് അള്ളാഹുടെ തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു തരുന്നതാണ്. എത്ര തിന്മ, എത്ര ശക്തമായ വലിയ തിന്മ, എത്ര അധികം ആകാശം മുട്ടെന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യൻ തിന്മ ഉണ്ടാവും. അതുപോലെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ അമലുകൾക്ക് പറഞ്ഞ പ്രതിഫലം എന്താ? കടലിലെ നുരയോളം തിന്മയുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. ഇങ്ങനെ തെറ്റുകൾ പൊറുക്കാൻ അള്ളാഹു അത്രയും വഴികൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ടും തൗബ ഇത്ര എളുപ്പമാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, തൗബ അധികരിപ്പിക്കുന്നില്ലെങ്കിൽ, സഹോദരങ്ങളിൽ വളരെ അത്യാവശ്യമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഖൈർ ആഗ്രഹിക്കുന്നു, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തി ഇസ്തിഗ്ഫാറൻ കസീറൻ, തൻ്റെ ഏടുകളിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി കാണാൻ കഴിയുന്നവർ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി. അത് നാവിൻ്റെ ശീലമാക്കുക. അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലൈഹി ഇന്നക അൻത തവ്വാബുർ റഹീം, അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലൈഹി ഇന്നക അൻത തവ്വാബുർ റഹീം. ഇത് നാവിൻ്റെ ശീലമാക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുക. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം തിന്മകളാണ് സഹോദരങ്ങളെ ജീവിതം വിടുങ്ങാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ടത്. അത് മാറാനുള്ള വഴി ഇസ്തിഗ്ഫാറാണ്. നൂഹ് നബി അലൈഹി സ്വലാം എന്താ അദ്ദേഹം പറഞ്ഞത്? ഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നിങ്ങളിതാ എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹു ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനം തേടുക, അള്ളാഹു നിങ്ങൾക്ക് മഴ ഇറക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു കുട്ടികളെ നൽകുന്നതാണ്, സമ്പത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് കുട്ടിയില്ല എന്ന് പറഞ്ഞു, എനിക്ക് മകൻ ജനിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് നാട്ടിൽ വരൾച്ചയുണ്ട്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും.
അതിന് അദ്ദേഹം തെളിവാക്കിയത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഖൗലാണ്. യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു. എന്താ അദ്ദേഹം ചെയ്ത്? നമുക്ക് അദ്ദേഹം ചെയ്തത് സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആദം അലൈഹിസ്സലാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആയത്ത്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. എത്ര ആയത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു എന്നാണ് സഹാബികളോട്. അവിടുന്ന് പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഫഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്സറ മിൻ 100 മറ. ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം തന്നെ 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. 100-ലധികം തവണ ഇസ്തിഗ്ഫാർ സഹോദരങ്ങളെ അധികരിപ്പിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ഇസ്തിഗ്ഫാർ. ദുനിയാവിൽ ആഖിറത്തിൽ നിങ്ങളുടെ ഖൈറിൽ വ്യത്യാസം വരുന്നത് മനസ്സിലാവും. ഹൃദയത്തിന് വിശാലത ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ, സ്വസ്ഥത ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതിൽ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ ഏറ്റവും നല്ല രൂപങ്ങളിലൊന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابو لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഈ ദുആ ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുൻപ് മരിച്ചവൻ സ്വർഗ്ഗത്തിലാണെന്നാണ്. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആവുന്നതിന് മുൻപ് മരിച്ചവൻ സ്വർഗ്ഗത്തിലാണെന്നാണ്. എന്തൊരു ഫദീലത്താണ് ഈ ഹദീസുകൾക്കുള്ളത്. ഒരാൾക്ക് അള്ളാഹു തിന്മകൾ പൊറുക്കാൻ ഈ ഉമ്മത്ത് അതിനുമാത്രം വടിയുണ്ട്. എന്നിട്ടൊരു മനുഷ്യൻ നശിക്കുന്നു എങ്കിൽ ഹദീസിൽ വന്നതുപോലെ വലാ യഹ്ലകു ഇൻദല്ലാഹി ഇല്ലാ ഹാലിക്. അള്ളാഹുവിൻ്റെ അടുക്കൽ നശിച്ചു പോയവനല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരാജയപ്പെടുകയില്ല. അത്രയും അവൻ്റെ ജീവിതം അവൻ അങ്ങനെ തകർത്തിട്ടുണ്ടായിരിക്കണം. ഇതിനുമാത്രം വഴികളുണ്ട്, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അതിനുമാത്രമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഒരാൾ അത് നശിപ്പിക്കുകയാണെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ പിന്നെ അവന് എവിടേക്കാണ് അവന് അർഹമായിട്ടുള്ളത്? ഇവിടെ ഇത്രയും വലിയൊരു തിന്മ പ്രവർത്തിച്ചിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ നിശ്ചയിച്ച രൂപമാകട്ടെ കഠിനമായ രൂപമായിരുന്നു. പക്ഷേ ഈ ഉമ്മത്തിന് അള്ളാഹു ഇതാ വഴി എളുപ്പമാക്കി തന്നിരിക്കുന്നു, ഇത്രയും എളുപ്പമുള്ള വഴി. എന്നിട്ട് നമ്മളതിൽ കുറവ് വരുത്തുന്നത് സഹോദരങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ചില ദിക്റുകൾ അത് നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി, അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എളുപ്പമുള്ള ദിക്റുകൾ, നാവിന് വളരെ എളുപ്പമുള്ള ദിക്റുകളാണിത്. പെട്ടെന്ന് ശീലമായി കിട്ടും. അധികം വലിയ നീണ്ട ദിക്റല്ല, വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ദിക്റാണ്. ഇത് അധികരിപ്പിക്കുക, ജീവിതത്തിൽ വലിയ ഖൈറുണ്ടാക്കുക. എത്രയോ ആളുകൾ ഇസ്തിഗ്ഫാറിൻ്റെ ഫദായിലുകൾ എഴുതിയ കിതാബുകൾ എടുത്ത് വായിച്ചാൽ കാണാം ധാരാളം ആൾക്കാരുടെ അനുഭവങ്ങൾ. അവരുടെ ദുനിയാവിലെ പ്രശ്നങ്ങൾ മാറാൻ ഇസ്തിഗ്ഫാർ കാരണമായത്, അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ ഇസ്തിഗ്ഫാർ, മക്കളിൽ പ്രയാസം ഉണ്ടോ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. സഹാബികൾ സലഫുകളിൽ ചിലർ പറഞ്ഞേക്കാണ്, ഞാനൊരു തിന്മ ചെയ്താൽ അതിൻ്റെ അസർ എൻ്റെ വീട്ടിൽ വേലക്കാരുടെ അടുത്തോ അതല്ലെങ്കിൽ എൻ്റെ മക്കളിലോ ഞാൻ കാണാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുതിരയിൽ ഞാൻ കാണാറുണ്ട്. ഒരു വാഹനമായിട്ട് കുതിരയാണ് ഉപയോഗിച്ചിരുന്നത്. തിന്മയുടെ അസർ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണിത്. തിന്മക്ക് ധാരാളമായ അതിൻ്റെ അസറുണ്ട്. തിന്മ വേറെ തിന്മകളിലേക്ക് നയിക്കും, നന്മകളിൽ നിന്ന് മടുപ്പുണ്ടാക്കും. നിസ്കരിക്കാൻ രാത്രി എണീക്കാൻ പറ്റുന്നില്ല, തിന്മ അതിൻ്റെ കാരണം. ധാരാളം സലഫുകൾ പറഞ്ഞേക്കാണ് നിസ്കരിക്കാൻ രാത്രി എണീക്കാൻ പറ്റാത്തതിന് പരാതി പറഞ്ഞപ്പോൾ, അസ്ഖലത് കദ്ദുനൂബ്, നിനക്ക് ഭാരമുണ്ടാക്കിയിരിക്കുന്നത് തിന്മകളാണ്, അതുകൊണ്ട് എണീക്കാൻ പറ്റാത്തത്. അപ്പോൾ തിന്മകൾ അത് ധാരാളം ഖൈർ മുടക്കിക്കളയും, ധാരാളം ഷർറ് വലിച്ചു കൊണ്ടുവരും. തിന്മകൾ ഷർറുകൾ അങ്ങേറ്റം വലിച്ചു, നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് മനുഷ്യന്മാർ ഈ ഭാരമുള്ളത് കൊണ്ടാണ് ഈ വിനോദങ്ങളിലേക്ക് ഓടിപ്പോകുന്നത്, ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഉത്തമി അദ്ദേഹം പറഞ്ഞേക്കാണത്, തിന്മകൾക്ക് മനസ്സിൽ കഠിനമായ ഭാരമുണ്ടായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാകണോ? നിങ്ങൾ ഈ ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കി, തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഭാരം മനസ്സിലാവും. ഈ സാധനങ്ങൾ നമ്മളെ ശ്രദ്ധ മാറ്റിക്കളയാം. അതുകൊണ്ട് മനുഷ്യർ ഈ സിനിമകളിലും സംഗീതങ്ങളിലും അഭയം തേടാൻ ശ്രമിക്കുന്നത്. കാരണം ഇതിൽ പോകുമ്പോൾ ഇത് മറക്കണം. കുറച്ച് നേരത്തേക്ക് വേറൊരു ലഹരിയിലേക്ക് അവനത് കൊണ്ടുപോകണം. കുറച്ച് നേരം അവന് ചിന്തിക്കാൻ അവന് സമയം കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ ഭാരം, തിന്മക്കുള്ള ഭാരം എന്താണെന്ന് ശരിക്കും ബോധ്യപ്പെടുമായിരുന്നു. എത്ര ചെറിയ തിന്മയായിട്ട് വലിയ തിന്മ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അതിൻ്റെ പ്രയാസം അനുഭവപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് പലപ്പോഴും അത് മറന്നു പോകുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മുഴുകുമ്പോഴാണ്.
കളിയിലും തമാശയിലും മുഴുകുമ്പോൾ നമ്മൾ മറന്നു പോവാണ്. പക്ഷെ ഇത് എത്ര അടക്കാൻ ശ്രമിച്ചാലും എന്തെല്ലാം നിലയ്ക്ക് ഇത് ഹറാമുകൾ കൊണ്ട് ഓട്ടയടിക്കാൻ ശ്രമിച്ച കാര്യമില്ല. ഇതിൻ്റെ പ്രയാസം ഹൃദയത്തിൽ നിലനിന്നുകൊണ്ടിരിക്കും. ഈ വിഷയത്തിൽ ഇബ്നുൽ ഖയ്യിം ചിലത് എഴുതിയത് വായിച്ച് നമുക്ക് തോന്നുന്നു സുബ്ഹാനല്ലാഹ്, എങ്ങനെ മനുഷ്യൻ്റെ ഖൽബ് ഒരു മനസ്സിലാക്കുന്നത്. അതായത് തിന്മകൾക്കുണ്ടാക്കുന്ന അസർ അത്രയും പ്രയാസകരമാണ്. ഇത് മനുഷ്യൻ്റെ മുഖത്ത് കാളിമയുണ്ടാക്കും, മനസ്സിന് ഭാരമുണ്ടാക്കും, എവിടെ നിന്നാണെന്നറിയാത്ത വേദനയുണ്ടായിരിക്കും, ആൾക്കാർക്ക് നിന്നോട് കാരണമില്ലാതെ ദേഷ്യമുണ്ടായിരിക്കും, അവരുടെ മനസ്സിൽ വെറുപ്പ് വരും. എന്നാൽ ഈ പറഞ്ഞതില്ലാത്ത തഹാറത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ നോക്കി നോക്കിയാൽ അവർക്കുള്ള സമാധാനവും സ്വസ്ഥതയും ശാന്തിയും റാഹത്തും ഭയങ്കരമാണ്. ഇബാദത്തുകൾ സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാർക്ക് അൽഹംദുലില്ലാഹ് എന്ത് റാഹത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് എത്ര അതിൽ കുറവുണ്ടോ അത്രയും നമ്മളതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തിന്മകൾ അവനവനോട് തന്നെയുള്ള അതിക്രമമാണ്. അത് പരിഹരിക്കാനുള്ള വഴി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ ധാരാളം പാഠങ്ങളുണ്ട്. ചിലത് മാത്രം ഞാൻ പറയാം. അതിലൊന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ ജനതയെ വിളിച്ച രൂപം നോക്കൂ നിങ്ങൾ. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. ഇത്തരം പ്രയോഗങ്ങൾ നബിമാരുടെ രീതിയിൽപ്പെട്ടതാണ്. സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാക്കുന്ന, സ്വീകരിക്കാൻ മനസ്സ് തോന്നിക്കുന്ന വിധത്തിലുള്ള പ്രയോഗം നടത്താനല്ലോ. ഒരാളെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ മോനെ എന്ന് വിളിക്കുക, യാ ബുനൈ. ലുഖ്മാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് പറഞ്ഞത് യാ ഗുലാം. അവിടുന്ന് മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞതുപോലെ യാ മുആദ് അല്ലാഹി ഇന്നി ല ഉഹിബ്ബുക. മുആദേ, അല്ലാഹു തന്നെ സത്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ലാ തദഅന്ന ദുബറ കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. മുആദേ, എനിക്ക് നിന്നെ വല്ലാഹി അല്ലാഹു തന്നെ സത്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് പ്രാർത്ഥിക്കാതിരിക്കരുത്. നമുക്ക് അതിൻ്റെ അസർ എന്തായിരിക്കും, ആ വാക്കിൻ്റെ അസർ, ആ പ്രയോഗത്തിൻ്റെ രീതി നോക്കുക. എങ്ങനെയാണ് മനുഷ്യനത് ഉപേക്ഷിക്കാൻ തോന്നുന്നത്? പിന്നെ അത് കേട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ട് പറയും അള്ളാഹു തന്നെ സത്യം, എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നിട്ടാണ് ഉപദേശിക്കുന്നത്. അവനവൻ്റെ സ്നേഹം അറിയിച്ചതിന് ശേഷം ഉപദേശിക്കുക എന്നുള്ളത് മക്കളെ ഉപദേശിക്കുന്ന സമയത്ത്, മക്കളെ ഉപദേശിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കളെ ഉപദേശിക്കുമ്പോൾ അവർക്ക് തോന്നരുത് എന്തോ ദേഷ്യം തീർക്കാൻ വേണ്ടി എന്നെ ഉപദേശിക്കുന്ന പോലെ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പിന്നാലെ തന്നെ. അങ്ങനെയല്ല ഉപദേശിക്കേണ്ടത്. പക്ഷെ അവർക്കിതിൽ ഹയറുണ്ട്, നിനക്ക് ഞാൻ ഹയർ ആഗ്രഹിക്കുന്നുണ്ട്. സുബ്ഹാൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ മക്കൾക്ക് നൽകിയ വസിയത്ത്, ഇബ്നുൽ ജൗസി എന്നെ ഓർമ്മ, അദ്ദേഹം എഴുതിയ ഒരു നസീഹത്തിൻ്റെ ചെറിയ ബുക്കുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, മോനെ, പിന്നെ ദുനിയാവിൽ എന്നേക്കാൾ നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ നീയാണ്. വേറെ ആരെക്കാളും നമ്മൾ സ്വന്തം നന്നാവണമെന്ന് നമുക്ക് ആഗ്രഹിച്ചു. എന്നെ കവച്ചു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. നീ എന്നെക്കാൾ മികച്ചവനാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വാപ്പാൻ്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കുള്ളൂ. മക്കൾ അവർ വാപ്പയെ കവച്ചു വെക്കുന്നതായിരിക്കും മക്കളുടെ ആഗ്രഹം, വാപ്പാൻ്റെ ആഗ്രഹം. പക്ഷെ അത് വാക്കുകൊണ്ട് പറയാന്നുള്ളത്, ചില ആൾക്കാർ മക്കളായിട്ടായിരിക്കും ഈഗോ വലിച്ചെടുക്കുക. മക്കൾ നന്നാവുന്നതിൽ അസൂയ ഉണ്ടാവില്ല, പക്ഷെ കാണിക്കൂല, പുറത്തേക്ക് പറയില്ല. അവൻ്റെ ഹയറുകൾ കണ്ടാൽ ഒരിക്കൽ പോലും അവനോട് നല്ല വാക്ക് പറയില്ല. അവൻ്റെ ഓരോ അബദ്ധങ്ങളിലും അവൻ്റെ പുറകെ കൂടിയിട്ടുണ്ടാവും, പക്ഷെ നല്ല ഒരു കാര്യം ചെയ്താൽ ഒരിക്കൽ പോലും അവനെ നല്ലത് പറയില്ല. അങ്ങനെ ആവരുത്. ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എടുത്തു നോക്കിയാൽ ഇത് കാണാം. ഇബ്നു ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച് നോക്കൂ നിങ്ങൾ. ഇബ്നു ഉമർ എത്ര നല്ല മനുഷ്യനാണ്, അവൻ എത്ര നല്ല ആളാണ്. രാത്രിയിൽ നമസ്കാരം കൂടി സ്ഥിരമാക്കിയിരുന്നെങ്കിൽ. പിന്നീട് ഇബ്നു ഉമർ പറഞ്ഞ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല രാത്രി. അത് കേട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനോടല്ല പറഞ്ഞത്, വേറെ ആടെ പറഞ്ഞത്. നമുക്ക് സഹാബികൾക്ക് അതുണ്ടാക്കിയ മാറ്റം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയിട്ട് പറഞ്ഞു, നബിയെ കാണാൻ വേണ്ടി ചെന്നു, വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ആയിഷ ബീവിയോട് ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് യുദ്ധാർജിത സ്വത്തുക്കളുടെ ഭാഗമായി കുറച്ച് അടിമകളെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വീട്ടിലേക്ക് ഒരു പണിക്കൊരാളെ വെച്ച് തരണം എന്ന് നബിയോടൊന്ന് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കൈയൊക്കെ ഇതാ ജോലിയെടുത്ത് ആകെ പ്രയാസത്തിലായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ഇതറിഞ്ഞു. അവിടുന്ന് രാത്രി ഫാത്തിമയുടെ വീട്ടിലേക്ക് വന്നു റളിയല്ലാഹു അൻഹ. അലി ഇബ്നു അബി താലിബ് പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് കിടക്കായിരുന്നു.
അവിടെ ഞങ്ങളെ കണ്ടപ്പോൾ എണീക്കാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ പോയിരുന്നു. അലി പറയുന്നത് അന്ന് അവിടുത്തെ കാലിൻ്റെ തണുപ്പ് ഇപ്പോഴും എൻ്റെ കാലിൽ ഞാൻ അനുഭവിക്കുന്ന പോലെയുണ്ട്. കാരണം എനിക്കിപ്പോഴും അത് ഓർമ്മ വരെയാണ്. എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഉപദേശം തന്നു. ആ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു ഖാദിമിനെ ലഭിക്കുന്നതിനൊക്കെ ഒരു വേലക്കാരൻ ലഭിക്കുന്നതിനേക്കാണ് ഹൈറായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ തൈമിയാണ് പറഞ്ഞതിൻ്റെ ഓർമ്മ. വീട്ടിലെ ജോലി പ്രയാസമാവുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ ദിക്ർ സഹായിക്കുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉള്ള ഈ ദിക്ർ ജോലികൾ എളുപ്പമാകാൻ സഹായിക്കുന്നതാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഞാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ഒരു രാത്രിയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല, ഒരു രാത്രി പോലും അത് ഒഴിവാക്കിയിട്ടില്ല. കേട്ട ആൾക്കാർ ചോദിച്ചു, നഹ്റവാനിൻ്റെ ദിവസം ഒഴിവാക്കിയിട്ടില്ല? അത് ഖവാരിജുകളായിട്ട് നടന്ന യുദ്ധം, പൊരിഞ്ഞ യുദ്ധമായിരുന്നത്. അന്ന് നിങ്ങൾ അന്ന് ഒഴിവാക്കിയിട്ടില്ല. ആ ദിവസം പോലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ട ആ കാര്യം ഞാൻ പിന്നെ ഒഴിവാക്കിയിട്ടില്ല. ഉമർ ഇബ്നു അബീ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം വളർന്നത്. ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പോയിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. പാത്രത്തിൽ എൻ്റെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ ഇട്ടിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം സമ്മില്ല കുൽ ബി അമീനിക് കുൽ മിമ്മ യലിക്, മോനെ വലത്തേക്ക് കൊണ്ട് കഴിക്ക്, ബിസ്മി ചൊല്ലണം, വലത്തേ കൈ കൊണ്ട് കഴിക്കണം, അടുത്തുനിന്ന് കഴിക്കണം. അദ്ദേഹം പറഞ്ഞു, ഫമ സാലത് തിൽക തഅമതി ബഅദ്, അതിനുശേഷം ഞാൻ അങ്ങനെ അല്ലാതെ കഴിച്ചിട്ടില്ല. ഉപദേശത്തിൻ്റെ ഉപദേശം എടാ എന്താ കൈ കൊണ്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയല്ല ചെയ്തത്. പലരും അങ്ങനെയാണ് തിന്മകൾ തിരുത്തി തുടങ്ങുക. അവർ ആദ്യമായിട്ടൊന്നും ഒരിക്കൽ പോലും പറഞ്ഞു കൊടുത്തിട്ട് പോലും ഉണ്ടാവില്ല എങ്ങനെ ചെയ്യേണ്ടതാണ്. പിന്നെ അവനെങ്ങനെ അറിയാനാണ്? എനിക്ക് വൃത്തിയില്ലടോ, മര്യാദ അറിയില്ല, അവന് പറഞ്ഞു കൊടുത്താലല്ലേ അവനെ അറിയുള്ളൂ. അപ്പോൾ ഒരിക്കൽ പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങനെയല്ലാതെ കഴിച്ചിട്ടില്ല. ഉപദേശങ്ങളിൽ നല്ല വാക്ക് തുടക്കത്തിൽ പറയാന്നുള്ളത് ഒരാൾ വാക്കുകൾ സ്വീകരിക്കാൻ, ഹൈർ സ്വീകരിക്കാൻ സഹായകമാകുന്ന വഴിയാണ്. ഭാര്യയോട് ഉപദേശിക്കുകയാണെങ്കിലും ഭർത്താവ് ഉപദേശിക്കുകയാണെങ്കിലും, ഭാര്യ ഉപദേശിക്കുന്ന സമയത്ത് ചില ആൾക്കാരെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് പറയാം എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് നിനക്കറിയുമോ, പരലോകത്ത് നിനക്കൊരു ഹൈർ ലഭിക്കാൻ എത്ര ആഗ്രഹം എനിക്കുണ്ട് എന്ന് നിനക്കറിയും എന്ന് പറഞ്ഞുകൊണ്ട് നീ തുടങ്ങി നോക്ക്. അതൊക്കെ എത്ര ഇഷ്ടം ഉണ്ടാവുന്നത്. ഒരാൾ ഹൈർ സ്വീകരിക്കരുത്. പല ആൾക്കാർ എൻ്റെ ഭാര്യ അത് പറഞ്ഞാൽ ഇത് പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു നോക്ക്, നല്ല വാക്ക് പറഞ്ഞു നോക്ക്. എപ്പോൾ നോക്കിയാൽ ഈ കുഴപ്പമുണ്ടാക്കില്ല, നല്ലപോലെ പറഞ്ഞു നോക്ക്. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ പൊതുവേ വളർത്തപ്പെട്ട ശൈലി സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. കാരണം അതെന്തോ ഒരു എന്താ പറയുക, ഒരു സുഖകരമായ ഏർപ്പാടായിട്ടല്ല നമ്മൾ പലരും പഠിപ്പിക്കപ്പെട്ടത്. പക്ഷെ അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുണ്ടായിരുന്നത്. അവരേറ്റവും പൗരുഷമുള്ള ആണുങ്ങളായിരുന്നു. പക്ഷേ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു എന്തോ പൗരുഷത്തിന് കുറവാണ് ആൾക്കാർ ചില വിചാരിക്കുന്നത്. ഭാര്യനോട് മാത്രമല്ല, മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നമ്മൾ സ്നേഹം പറയുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞു, നബിയെ എനിക്ക് അയാളെ ഇഷ്ടമാണ്. നീ അയാളോട് പറഞ്ഞിട്ടുണ്ടോ? അത് ഇല്ല, പറഞ്ഞിട്ടില്ല. അയാൾ പോയി പറയും, അയാളോട് പോയിട്ട് പറയും. അപ്പോൾ ആ സഹാബി പോയിട്ട് പറഞ്ഞു, ഹബ്ബുക ഫില്ലാഹ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഹബ്ബക അല്ലാഹു അല്ലദീ അഹ്ബബ്തനീ ഫീഹി. നമുക്ക് സ്നേഹം അറിയിക്കുക എന്നുള്ളത് മനുഷ്യർ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ നന്നാക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ പെട്ടതാണ്. ചിലപ്പോൾ നേരായ വാക്കിൽ കൂടെ ആയിരിക്കില്ല പറയുന്നത്, ചിലപ്പോൾ സൂചനകളിലൂടെ ആയിരിക്കും, നല്ല പ്രയോഗങ്ങളിലൂടെ ആയിരിക്കും. അത് പറയാമെന്നുള്ളത് മനുഷ്യനെ അദ്ദേഹത്തിന് തന്നെ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബിമാരിൽ പലരും പറഞ്ഞത്, അവിടുത്തെ അരികിൽ പോയാൽ എല്ലാവർക്കും തോന്നുക എന്നെയാണ് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമെന്നായിരുന്നു. യാ സുബ്ഹാനല്ലാഹ്, മനുഷ്യനെ അങ്ങനെ പെരുമാറും. ഏതൊരാൾക്കും ചെന്നിട്ട് എന്നാണ് ഏറ്റവും ഇഷ്ടം എന്നായിരിക്കും എല്ലാവർക്കും അനുഭവപ്പെടുക. സുബ്ഹാനല്ലാഹ്, അത് അവിടുന്ന് സ്നേഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി അൻഫദ്ദു മിൻ ഹൗലിക്. അങ്ങ് ഒരു പരുക്കനായിരുന്നെങ്കിൽ, നബിയെ കഠിന ഹൃദയനായിരുന്നെങ്കിൽ, ആൾക്കാർ അങ്ങയുടെ ചുറ്റുവട്ടത്ത് അകന്നു പോകുമായിരുന്നു, അടുത്തേക്ക് വരുമായിരുന്നില്ല. അവിടുത്തെ പെരുമാറ്റം കൊണ്ടാണ് സംഭവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്തിൽ പ്രത്യേകിച്ച് നിങ്ങളിത് ശ്രദ്ധിക്കണം. ആൾക്കാർക്ക് ഹൈർ, ദഅവത്ത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള ദഅവത്ത് മാത്രമല്ല ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അവനവൻ്റെ ഭാര്യയോടാണ്, മക്കളോടാണ് ഉപദേശിക്കുന്നതെങ്കിൽ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ഒരു തവണ ഉപദേശിച്ച് കഴിഞ്ഞാൽ പലരുടെയും ധാരണ ഇനി ഒരു തവണ ഉപദേശിക്കേണ്ടി വന്നാൽ വടിയോണ്ടേ ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല.
ഉപദേശം 10, 20, 100 തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. നിനക്കതിൽ സബറുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്. നിനക്ക് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരനുസരിച്ചില്ല, വീണ്ടും പറയാം. എന്തിനു ചൂടാവുന്നത്? ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിക്കാൻ പ്രയാസമാണ്. പക്ഷെ ശ്രദ്ധിക്കണം എന്ന് പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ ജനതയെ വിളിച്ചത് യാ ഖൗമി എന്നാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ പഠിക്കാനുള്ള പാഠങ്ങളിൽ പെട്ടതാണ് നേരത്തെ പറഞ്ഞ തൗബ ഉടനടി ചെയ്യുക എന്നത് നിർബന്ധമാണ്. ഉജൂബു തൗബത്തി ഫൗറൻ, ഉടനടി തൗബ ചെയ്യുക എന്നുള്ളത് നിർബന്ധത്തിന് ഏതാണ്. ഉടനടി തൗബ വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പാഠം, ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫഖ്തുലു അൻഫുസക്കും എന്നതിൻ്റെ അർത്ഥം അവനവനെ വധിക്കുക എന്നുള്ളതല്ല. ഒരു ഉമ്മത്തിലും സ്വന്തത്തെ വധിക്കുക എന്നുള്ളത്, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു ഉമ്മത്തിലും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഉദ്ദേശം ഒരിക്കലും ആത്മഹത്യയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പ്രായശ്ചിത്തമായി നിശ്ചയിക്കപ്പെട്ട കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഉമ്മത്ത് ഒരു നഫ്സ് പോലെയാണ് എന്ന പാഠം അതിലുണ്ട്. ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മത്ത് സ്വന്തം നഫ്സ് പോലെ തന്നെയാണ്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരൊറ്റ നഫ്സ് പോലെ, നബ്സ് ഹദീസിൽ വന്നതുപോലെ അൽ മുസ്ലിമു ലിൽ മുസ്ലിം കൽ ജസദിൽ വാഹിദ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു ശരീരം പോലെയാണ്. ഈ ഉമ്മത്തിൻ്റെ വേദനകൾ നമ്മുടെ വ്യതകളും വേദനകളുമാണ്. ഈ ഉമ്മത്തിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, അവിടുന്ന് പറഞ്ഞു മൻ ലം യഹ്തമ്മ ബി അംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിമീങ്ങളുടെ കാര്യം അത് ഗൗനിക്കാത്തവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതൊരു മുസ്ലിം പൊതുജനങ്ങളുടെ കാര്യം നമ്മുടെ കാര്യമാണ്. ചില ആൾക്ക് എന്തിലായിക്കോട്ടെ, അങ്ങനെയല്ല. മുസ്ലിങ്ങളുടെ കാര്യം നമ്മുടെ കാര്യമാണ്. അവർക്ക് ഖൈർ ഉണ്ടാവാൻ ആഗ്രഹിക്കുക, അവരിൽ ഷർറ് വരാതിരിക്കാൻ ആഗ്രഹിക്കുക, അവർക്ക് നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുക, ഇത് നമ്മുടെ കാര്യമാണ്. അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. അത് ഒരു മുസ്ലിമിൻ്റെ ചിന്തയിൽപ്പെട്ടതായിരിക്കണം. അതുപോലെ തന്നെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽകാരോട് ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ തന്നെ വധിക്കുക. ശരി, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അത്ഭുതകരമായ ഇസ്തിദ്ലാൽ ഈ ആയത്തിലുണ്ട്. അദ്ദേഹം അത്ഭുതകരമായ ഒരു പാഠം ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കിതാബുണ്ട്, അല്ലെങ്കിൽ ഗമാസു ഫിൽ അദു എന്ന് പറഞ്ഞിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്ന ആയത്താണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഈ കൽപ്പനയുടെ മറ്റൊരു രൂപമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധസന്ദർഭങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് നിശ്ചയിച്ചത് അവർക്ക് നിശ്ചയിക്കപ്പെട്ട തൗബയേക്കാൾ ഉന്നതമായ നല്ല രൂപത്തിലാണ്. അവരെ തന്നെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്ത് അവർക്ക് അല്ലാഹു ജിഹാദാണ് നിശ്ചയിച്ചിട്ടുള്ളത്, യുദ്ധമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. യുദ്ധത്തിലേക്ക് ഒരാൾ ചെന്നിറങ്ങുമ്പോൾ അവനവനെ വധിക്കാനുള്ള സാധ്യത നല്ലോണ്ട്. എന്നാൽ അവനോട് വധിക്കാൻ കൽപ്പിച്ചത് സ്വന്തം ഉമ്മത്തിൽപ്പെട്ട ആളല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഫായിദ, ഉപകാരം, ഖൈറുണ്ട്. എന്നാലാകട്ടെ ഈ പറഞ്ഞ അതേ വേദനയുടെയും അപകടത്തിൻ്റെയും സാധ്യത അതിലേക്ക് അവർ സ്വന്തം ശരീരത്തെ കൊണ്ടുവെക്കുന്നുമുണ്ട്. ഈ ഉമ്മത്തിന് അതിനേക്കാൾ നല്ല വിധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ജിഹാദിൻ്റെ വിധി. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഭയ അജബാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിൽ നിനക്കറിയാം വൻപാപങ്ങൾ 7ാമത്തെ വൻപാപം ഏതാ? യുദ്ധത്തിൽ പിന്തിരിഞ്ഞോട്ടലാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ഒരാളുടെ തൗബ അയാൾക്ക് മറ്റൊരവസരം ലഭിക്കുകയാണെങ്കിൽ അയാൾ അതിൻ്റെ തൗബയുടെ ഭാഗമായി ശത്രുവിൻ്റെ ഇടയിലേക്ക് മരണമുറപ്പിച്ച വിധത്തിലേക്ക് നേരിട്ടുള്ള യുദ്ധത്തിൽ ശത്രുവിൻ്റെ ഉള്ളിലേക്ക്, ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് അയാൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ തൗബയുടെ രൂപത്തിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭയങ്കര അജബായ സ്ഥിതിയിലാണ് ഈ ആയത്തിൽ നിന്ന് അദ്ദേഹം തെളിവിടിച്ചെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ബനൂ ഇസ്രായേലുകാർക്ക് നൽകപ്പെട്ട കാര്യമായിരുന്നു ഇത്. പക്ഷെ അതിൻ്റെ മറ്റൊരു രൂപം ഈ ഉമ്മത്തിലുണ്ട്. അത് ഈ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ മരണമുറപ്പുള്ള സഹാബികൾ ചില ചെയ്തത് സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും. പല സഹാബികളും അങ്ങനെ ചെയ്തത്, മരണമുറപ്പുള്ള വിധത്തിൽ അവർ ശത്രു സൈന്യത്തിനിടയിലേക്ക് ഊളിയിടുകയും അങ്ങനെ ഷഹാദത്ത് വരിക്കുകയും ചെയ്ത സംഭവങ്ങൾ സഹാബികളുടെ ജീവിതത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് അവർക്ക് നൽകപ്പെട്ട വിധി കൽപ്പനയുടെ മറ്റൊരു രൂപമാണ്. പക്ഷേ ഈ രൂപം അവർക്കുള്ളതിനേക്കാൾ നല്ല രൂപമാണ്. അതുകൊണ്ടുള്ള ഖൈർ കൂടുതലാണ്, ഉള്ള പ്രതിഫലം കൂടുതലാണ് എന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര പണ്ഡിതന്മാർ ആയത്തുകളിൽ നിന്ന് തെളിവെടുക്കുന്ന രൂപം മനസ്സിലാവും. അതുപോലെ തന്നെ
ഈ ആയത്ത് മറ്റൊരു പാഠമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ശിർക്കാണെങ്കിലും അത് പുറത്തു കൊടുക്കുമെന്നത്. കാരണം അവർക്ക് ഇവിടെ പുറത്തു കൊടുത്തു ഫതാബ അലൈക്കും എന്ന് പറഞ്ഞത് ഷിർക്കിനെ കുറിച്ചാണ്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന ചില പാഠങ്ങൾ. വല്ലാഹു അലം. സ്വല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.